ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ചോദ്യപേപ്പറാണ്. 138 2023 എന്താണ് കോഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്കിന്റെ ചോദ്യപേപ്പറാണ്. ഇതെന്ന് പറയുന്നത് 2/8/2023 നടത്തിയ ചോദ്യപേപ്പറാണിത്. ഇത് LDC എന്ന് പറയുമ്പോൾ ജനറൽ LDC അല്ല, എക്സ് സർവീസ് മാന് വേണ്ടി നടത്തിയിട്ടുള്ള LDC ആണ്. അതുപോലെ തന്നെ സെർജന്റിന്റെ ഒക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. സെർജന്റ് വേരിയസ് LDC ഇത് രണ്ടിന് വേണ്ടിയിട്ട് നടത്തിയ എക്സാം ആണ്. അപ്പൊ നമുക്ക് ഈ 100 ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യ ചോദ്യം ഇതാണ്: BN ഭട്നാഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ, VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ, ഗുൽസർലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഭാഷാ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ, KM പണിക്കറും HN കുൻസ്രുവും ഉണ്ടായിരുന്നു. VP മേനോൻ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബാക്കി പറഞ്ഞതെല്ലാം ഇതുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ്. ഗുൽസർലാൽ നന്ദയൊക്കെ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ നമ്മുടെ ഉത്തരം ഈ പറഞ്ഞതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കും? നമ്മുടെ ആൻസർ രക്തരൂക്ഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, ബോക്സർ കലാപം ചൈനീസ് വിപ്ലവം. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, ടീസ്റ്റ ഇന്ത്യയിലെ ചില നദികളാണിവ. അപ്പൊ ഗോദാവരിയുടെ പോഷക നദി ഏത് എന്നാണ് നമ്മളുടെ ചോദ്യം. ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? അപ്പൊ ഇവിടുത്തെ ഈ ഒരു ചോദ്യത്തില് കുറെ ഓപ്ഷൻസ് നമുക്ക് ചുമ്മാതെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻസ് വരുന്നു. അതാണ് ഇവരുടെ ഉദ്ദേശം, മാക്സിമം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ ഉത്തരത്തിലേക്ക് പോകുന്നു. ടീസ്റ്റ എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ഉപനദീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വൃദ്ധഗംഗ, ദക്ഷിണ ഗംഗ എന്ന് പറയുന്നെങ്കിലും നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് കൂടുതൽ വിളിക്കുന്നത് കാവേരി നദിയാണ്, അല്ലെ? അപ്പൊ ഗോദാവരിയുടെ കൂടുതലായി നമ്മൾ കാണുന്ന ഒരു വിശേഷണം വൃദ്ധഗംഗയാണ്. ഗോദാവരി വൃദ്ധ ഗംഗ എന്ന് വിളിക്കുന്നു. ഗോദാവരി എന്ത് വിളിക്കുന്നു? വൃദ്ധഗംഗ. മറ്റേത് കാവേരി എന്ന് തന്നെ പഠിച്ചാൽ മതി. ഇനി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. അപ്പോ ഈ ഗോദാവരിക്ക് കുറച്ച് പോഷക നദികളുണ്ട്. വാർധ, പൂർണ, വാർധ, പൂർണ. പിന്നെയോ പെൻഗംഗ, പെൻഗംഗ. മാനർ, മാനർ ഇതിന്റെ പോഷക നദിയാണ്. വെയിൻഗംഗ, വെയിൻഗംഗ ഇതിന്റെ പോഷക നദിയാണ്. ഇന്ദ്രാവതി ഏറ്റവും കൂടുതലായി PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ദ്രാവതിയും ശബരിയും, ഇന്ദ്രാവതിയും ശബരിയും ഗോദാവരിയുടെ പോഷക നദികളാണ്. പിന്നെ മഞ്ചീര, മഞ്ചീര പോഷക നദിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഉപദ്വീപ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഡെക്കാനിലെ നദികളിൽ വലുതാണ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി. അപ്പൊ മഹാരാഷ്ട്രയില് നാസിക് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇന്ദ്രാവതി, ശബരി, വെയിൻഗംഗ, പെൻഗംഗ, മഞ്ചീര, വാർധ, പൂർണ, മാനർ ഇതൊക്കെ ഇതിന്റെ പോഷക നദികളാണ്. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയാണ്.
ഗോദാവരിയില് ഒരു കണ്ടൽക്കാടുണ്ട്, അതിന്റെ പേരാണ് കൊറിങ്ക കണ്ടൽക്കാട്. ഗോദാവരിയിലെ കണ്ടൽക്കാടിന്റെ പേരെന്താണ്? കൊറിങ്ക കണ്ടൽക്കാട് എന്ന കൊറിങ്ക കണ്ടൽക്കാട്. ഇനി നമുക്കറിയേണ്ടത് അടുത്ത ചോദ്യമാണ്. നമ്മളുടെ ചോദ്യം, ഈ തുംഗഭദ്ര കൃഷ്ണ റിവറിന്റെ പോഷക നദിയാണ് തുംഗഭദ്ര. ടീസ്റ്റ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ടീസ്റ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി കൂടിയാണ് ഏത്? ടീസ്റ്റ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇത് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതാ. പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഇതിനെ ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പെടുത്താം. എന്നാൽ കാറ്റിൽ നിന്നുള്ള എനർജി, തിരമാലയിൽ നിന്നുള്ള എനർജി, ജലത്തിൽ നിന്നുള്ള എനർജി, സൗരോർജത്തിൽ നിന്നുള്ള എനർജി തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. ഇവിടെ കറക്റ്റ് ഉത്തരവില്ല, പരമ്പരാഗതം എന്നാണ്, അത് ഉത്തരമല്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഐക്യ കേരളം പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെ കേളപ്പനായിരുന്നു ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. 1947 ഇവർ ഒന്നിച്ചത്. ഇവർ ഒരുമിച്ച് കൂടിയത് തൃശൂർ എന്ന സ്ഥലത്താണ്. ആൻസർ തൃശൂർ. അടുത്ത ചോദ്യം, ഈ അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ അടയാളം നമ്മുടെ ഭൂപടങ്ങളിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഉത്തരം കോണ്ടൂർ രേഖകളാണ്. എന്താണ് നമ്മളുടെ ഉത്തരം? കോണ്ടൂർ രേഖയാണ്. കോണ്ടൂർ രേഖ എന്ന് വെച്ചാല് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഹൈറ്റില് വരയ്ക്കുന്ന രേഖയാണ്. രണ്ട് സ്ഥലങ്ങളുടെ ഹൈറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കോണ്ടൂർ രേഖകൾ ഒക്കെ ഉപയോഗിക്കുന്നത്. രണ്ട് സ്ഥലങ്ങളുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഹൈറ്റ് ഉള്ള രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്? കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നത്. കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹൈറ്റ് ഒരേ ഹൈറ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോം ലൈൻസ് ഉണ്ട്. അത് വിട്ടുള്ള ദുർഘടമായ പ്രദേശങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോം ലൈൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തുണ്ട്? കുറേയുണ്ട്. ട്രയാങ്കുലേറ്റഡ് ലൈറ്റ്സ്, ബെഞ്ച് മാർക്സ്, അങ്ങനെ 5ഓളം ഹൈറ്റുകൾ ഇങ്ങനെ എന്താണ് നമുക്ക് ഈ ഉയരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: അലഹബാദ്, ഹാൽദിയ, സാദിയ ദുബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനഡ പുതുച്ചേരി ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണ് ഈ തന്നിരിക്കുന്നത്. ഇതില് NW1 ഏതാണ്? NW1 നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലൂടെയാണ്. ഉത്തരം അലഹബാദ് ഹാൽദിയാണ് നമ്മളുടെ ഉത്തരം. അലഹബാദ് ഹാൽദിയ. ഇനി NW2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലൂടെയാണ്. അതെവിടെയാണ്? സാദിയ ദുബ്രിയ. ഉത്തരം സാദിയ ദുബ്രിയാണ്. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ആസാം എന്ന സംസ്ഥാനമാണ്. അലഹബാദ് ഹാൽദിയായ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളുണ്ട്. മൂന്നാമത്തത് നമ്മുടെ കേരളത്തിലൂടെ ഉള്ളതാണ് NW3. ഇതിപ്പോൾ കോട്ടപ്പുറം എന്നുള്ളത് മാറി കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള വാട്ടർവേയുടെ പേര്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നൊരു പേര് കൂടി ഉണ്ട് ഇതിന്. ഇനി ചമ്പകര കനാൽ എന്നൊരു പേര് കൂടിയുണ്ട്. ചമ്പകര കനാൽ.
ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3യുടെ പേരുകളാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ, NW3, ചമ്പക്കര കനാല് നമ്മുടെ കേരളത്തിലൂടെയാണ് ഒഴുകുന്നത് എന്ന് ഓർക്കുക. ഇനി ഇതിന് ഉദ്യോഗ മണ്ഡൽ കനാൽ എന്ന ഒരു പേര് കൂടിയുണ്ട്. ഉദ്യോഗ മണ്ഡൽ കനാല് എന്നൊരു പേര് കൂടിയുണ്ട്. ഇതൊക്കെ ചോദിക്കാം. ഉദ്യോഗ മണ്ഡൽ കനാൽ ഏതാണ്? അപ്പോ ഇതിപ്പോ കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. NW3 ആണ്. അടുത്തത് കാക്കിനഡ പുതുച്ചേരി എന്തായിരിക്കും? നാഷണൽ വാട്ടർവേ 4 ആണ്. ഇത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, യാനം, പോണ്ടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നതാണ്. ഒഴുകുന്നതല്ല, നമ്മുടെ വാട്ടർ വേ ആണ്. വാട്ടർ വേ ആണ്. അപ്പോ കാക്കിനഡ പുതുച്ചേരി NW4. അടുത്ത ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഈ പ്രവർത്തനങ്ങളിൽ ഇതിനകത്ത് മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇവരിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? നമ്മുടെ ഉത്തരം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ആൻസർ എന്താണ്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചി, തിരുവിതാംകൂറാണ്. ഇനി ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ 3 സ്ഥലങ്ങളിലുള്ള മിഷണറി സംഘത്തെയും അതിന്റെ പ്രവർത്തന മേഖലയെയും നമ്മൾ കണ്ടു. ഇനി നമുക്കറിയേണ്ടത്, ഈ ചർച്ച് മിഷൻ ആണെങ്കിൽ കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് കോളേജും സെമിനാരിയും 1813 സ്ഥാപിച്ചിട്ടുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി ഇവ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലണ്ടൻ മിഷനിലെ അംഗമാണ് മീഡ്. മീഡ് എന്ന വ്യക്തിയാണ് വിദ്യാഭ്യാസത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1818 ഇംഗ്ലീഷ് നമ്മുടെ മിഷണറിയായ ഡാവസൺ, ഇംഗ്ലീഷ് മിഷണറിയായ ഡാവസൺ കൊച്ചി മേഖലയില് ആദ്യ വിദ്യാലയം സ്ഥാപിച്ചു. ആദ്യ വിദ്യാലയം സ്ഥാപിച്ചു. അപ്പോ ഇതേ കാലത്ത് നാഗർകോവില്, തിരുവിതാംകൂറിന്റെ തെക്കൻ പ്രദേശത്തൊക്കെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്വിങ്കിൾ ആണ്. അതാരാണ്? ട്വിങ്കിൾ ടാബാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നത്. ഇനി ഹബിക് എന്ന വ്യക്തി, ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. 1941 കണ്ണൂരില് ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത്. അപ്പൊ ഇത് മിഷണറിമാര് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകി എന്ന് ഓർക്കുക. ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും LMS തിരുവിതാംകൂർ, CMS കൊച്ചി തിരുവിതാംകൂർ, BEM മലബാർ എന്ന് ഓർക്കുക. 19ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കുക. അപ്പൊ 1818 ആദ്യ വിദ്യാലയം വരുന്നു. അത് എവിടെയാണ്? ചർച്ച് മിഷൻ ആണ് കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ചത് എന്ന് ഓർക്കുക. ക്ലിയർ ആണ്? 1818 കൊച്ചിയിലാണ് ആദ്യ വിദ്യാലയം സ്ഥാപിക്കുന്നത്. ഇതേ സമയം നാഗർകോവില്, തിരുവിതാംകൂറിന്റെ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്. 2021 ഓഗസ്റ്റില് ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? അപ്പൊ 2021 ഓഗസ്റ്റില് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഘടകം ഏത് എന്നാണ് നമ്മളുടെ ചോദ്യം. ആൻസർ UN രക്ഷാ സമിതിയാണ്. UN രക്ഷാ സമിതി. ഇനി കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ 2ാം സ്ഥാനമാണ് ചോദ്യം. ഇവിടെ ആൻസർ ഡിലീറ്റ് ചെയ്തിരുന്നു. പാൽ ഉൽപാദനത്തിൽ ഇപ്പോൾ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 1ാം സ്ഥാനത്താണ്. അതുകൂടി ഓർത്തു വെക്കുക. ഗോതമ്പിലോ നെല്ലിലോ ഒന്നും
നമ്മുടെ ടോട്ടൽ ഇന്ത്യ ഇപ്പോ സംസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് 1, 2, 3 സ്ഥാനം ഏത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ സമയത്ത് ഇപ്പൊ നമുക്ക് നമ്മളുടെ നെല്ല് 1-ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് 3 സ്ഥാനം. ഗോതമ്പ് എടുക്കുമ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ 3 സംസ്ഥാനങ്ങൾ നമ്മൾ ഓർഡറിൽ പഠിച്ചു വെക്കണം. നെല്ല്, അതുപോലെ തന്നെ ഗോതമ്പ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കോട്ടൺ 1-ാം സ്ഥാനം ഗുജറാത്ത് ആണ് എന്ന് ഓർക്കുക. പിന്നീട് ഷുഗർ, നമ്മുടെ പഞ്ചസാര ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ് എന്ന് ഓർക്കുക. ഇതാണ് പിന്നീട് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ചണത്തില് വെസ്റ്റ് ബംഗാൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ വീണ്ടും നമ്മളുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ ചോദ്യം ഇനി അടുത്ത ചോദ്യമാണ്, 11-ാമത്തെ ചോദ്യമാണ്. സിയാല്, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, പിന്നെ ഫിലിപ്സ് ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്, അത് ഏതാണ്? സിയാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഊർജ സ്രോതസ് എന്തായിരിക്കും? സൗരോർജമാണ്. സിയാലില് ഊർജ സ്രോതസ് എന്താണ്? സൗരോർജമാണ്. ഇനി വരുന്നത് നമ്മളുടെ കൊച്ചി മെട്രോ, അതും സൗരോർജമാണ്. ഹിൻഡാൽകോ സൗരോർജമാണ്. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഈ ഫിലിപ്സ് കാർബൺ ആൻസർ ബി. അടുത്ത ചോദ്യം, പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഏതാണ്? പൗര സ്വാതന്ത്ര്യം, ജനായത്ത ഭരണം. ആൻസർ പുന്നപ്ര വയലാർ സമരമാണ്. 1946 പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത്. ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യയുടെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ. ഇനി പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോൾ CP രാമസ്വാമി എന്ന ദിവാന് എതിരെയായിരുന്നു. ഇവിടുത്തെ ഒരു മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ ഭരണം അറബിക്കടലിൽ എന്നുള്ളതായിരുന്നു. അപ്പൊ അമേരിക്കൻ മോഡൽ ഭരണമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയതാണ് കെ ശങ്കര നാരായണൻ തമ്പി. CK കുമാരപണിക്കർ. CK കുമാരപണിക്കർ. TV തോമസ്, നമ്മുടെ TV തോമസിനെ അറിയാമോ? ഗൗരിയമ്മയുടെ ഹസ്ബൻഡ്. പത്രോസ്, സുഗതൻ തുടങ്ങിയവരാണ്. അപ്പോൾ കെ ശങ്കരനാരായണൻ തമ്പി, CK കുമാരപണിക്കർ, TV തോമസ്, പത്രോസ്, സുഗതൻ തുടങ്ങിയവരാണ്. ഇനി ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയാണ്. 1946. ഈ പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരാണ് തുലാം 10 സമരം. മറ്റൊരു പേരെന്താണ്? തുലാം 10 സമരം. ഈ സമയത്ത് തിരുവിതാംകൂറിന്റെ രാജാവ് ചിത്തിര തിരുനാൾ രാജാവായി. ചിത്തിര തിരുനാളായിരുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഉലക്ക എന്ന കൃതി രചിച്ചത് ചോദിച്ചിട്ടുണ്ട്. P. കേശവദേവാണ്. P. കേശവദേവ്. ഉഷ്ണരാശി, ഇതുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഉഷ്ണരാശി. ഇത് രചിച്ചത് KV മോഹൻ കുമാർ. KV മോഹൻ കുമാറാണ് ഉഷ്ണരാശി രചിച്ചത്. ഉലക്ക P. കേശവദേവ്. തലയോട് എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ട് രചിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ള. പതാക എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ട് രചിച്ചത് K. സുരേന്ദ്രനാണ്. പതാക K. സുരേന്ദ്രൻ. വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് P. ഭാസ്കരനാണ്. P. ഭാസ്കരൻ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ നമ്മുടെ കോഡ് റാബിക്ക് ഗോപുവിനോട് പകയാണ്. കാര്യം ബാറിൽ പോയി ഭയങ്കര വെള്ളമടിയാ, അതുകൊണ്ട് ഭയങ്കര പക.
റാബി വിള, ഗോപു ഗോതമ്പ്, പൂ പുകയില, പക പയറും കടുകുമാണ്, കടുക്. പിന്നെ ബാർലി. ഓക്കെ ആണ്. അപ്പൊ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഗോതമ്പ് ഉൾപ്പെട്ടു, കടുക് ഉൾപ്പെട്ടു, പുകയില ഉൾപ്പെട്ടോ? പുകയില ഉൾപ്പെട്ടു. അപ്പൊ ഉൾപ്പെടാത്തത് ഏതാ? കരിമ്പ്. അതല്ലേ ഉള്ള ഓപ്ഷനിൽ ഇല്ലാത്തത്. അപ്പൊ കരിമ്പ്, ചണം, അതുപോലെ തന്നെ എന്താണ്, നെല്ല്, ഇതൊക്കെ ഏത് വിളയാണ്? ഖാരിഫ് വിളയാണ്. ഇതൊക്കെ ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉത്തരം തെറ്റായ ജോഡി 2 മാത്രമാണ്. ഒഡീഷ സുന്ദർഗഡ് ശരിയാണ്. തമിഴ്നാട് സേലം ശരിയാണ്. ജാർഖണ്ഡ് സിംഭം ശരിയാണ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ തന്നിരിക്കുന്നു. ഒഡീഷ സുന്ദർഗഡ്, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഭം. തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഭം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒഡീഷ അല്ലെ, ഒഡീഷ എന്ന് പറയുമ്പോൾ ഏതാണ് ഉത്തരം? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. ഇനി ജാർഖണ്ഡിൻ്റെത് കണ്ടോ, ജാർഖണ്ഡിന്റെ സിംഭം, ദുർഗ്. കർണാടക ബെല്ലാരി, ചിക്കമംഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്. മറ്റൊന്ന് ഗോവയാണ് ചോദ്യം. ഗോവയുടേത് എന്താണ് ഉത്തരം? ഗോവയുടേത് മർമ്മഗോവ തന്നെയാണ്. ഇനി തമിഴ്നാട് വരുമ്പോ നീലഗിരിയാണ് വരേണ്ടത്. തമിഴ്നാട്ടില് സേലം, നീലഗിരി. അപ്പൊ ഈ ഒരു സ്കൂൾ ബുക്കിലേതാണ് ഇത് ചോദിച്ചത്. ഒഡീഷ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ, ജാർഖണ്ഡ് സിംഭം, ദുർഗ്, കർണാടക ബെല്ലാരി, ചിക്കമംഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്, ഗോവ മർമ്മഗോവ, തമിഴ്നാട് സേലം, നീലഗിരി. ക്ലിയർ അല്ലേ? ആറാമത്തെ ചോദ്യമാണ്, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ 95 ജനുവരി 1 നിലവിൽ വന്നു. വെരി ഇമ്പോർട്ടന്റ് എക്സാംസ് ചോദ്യം. 95 ജനുവരി 1 ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. അത് എക്സാമിന്റെ ചോദ്യമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ്. ലോക വ്യാപാര സംഘടന സ്ഥാപക രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ശരിയാണ്. അപ്പോ 171 രാജ്യങ്ങളുണ്ടോ? ഇല്ല. നിലവിൽ 166 രാജ്യങ്ങളാണ് നമ്മുടെ ഈ WTOയുടെ അംഗങ്ങൾ. അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് 2024 മീറ്റിംഗ് നടന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അബുദാബിയിലാണ്. UAE ആയിരുന്നു മീറ്റിംഗ് വേദി, അബുദാബി ആയിരുന്നു വേദി. അപ്പൊ ഈ സമയത്ത് 2 രാജ്യങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു, 165ഉം 166. 165ാമതായി മെമ്പർ ആയത് അപ്പോ ഫെബ്രുവരിയിലാണ് മെമ്പർഷിപ്പ് കിട്ടിയത്. ഇത് കറണ്ട് അഫെയർ ആണ്. കൊമറോസ് എന്ന രാജ്യമാണ് 165ാമത്തെ രാജ്യം. 166ാമത്തെ രാജ്യമാണ് ടിമർ ലെസ്റ്റെ. ഏത് രാജ്യമാണ്? ടിമർ ലെസ്റ്റെ. അപ്പൊ 165ഉം 166 നമ്മൾ കണ്ടു. ഫെബ്രുവരി 26, 2024 2 രാജ്യങ്ങൾക്ക് കൂടി മെമ്പർഷിപ്പ് നൽകിയത്. ഇത് UAE 2024 ലേറ്റസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നുകൂടി ഓർക്കുക. 2024 UAE. അപ്പോൾ നേരത്തെ മുതൽ അംഗമായിട്ടിരുന്ന ഒരു രാജ്യമുണ്ട്, 165ാമത്തെ രാജ്യം അല്ലെ. 165ാമത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. നമ്മളുടെ 164ാമത്തെ രാജ്യം. 164ാമത്തെ രാജ്യം ആരാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇത് 2016 ജൂലൈ 29 അഫ്ഗാനിസ്ഥാൻ ജോയിൻ ചെയ്തത്. 164. 165 കൊമറോസ്, 166 ടിമർ ലെസ്റ്റെ. അപ്പൊ ഈ കണക്ക് തെറ്റല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് MS സ്വാമിനാഥനെ ഓർമ്മ വരും അല്ലെ. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അന്നേരം എന്ത് നേട്ടമാണ് ഉണ്ടായത്? നമ്മൾ ഭയങ്കരമായ ഒരു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായി.
അന്നേരമാണ് ഹരിത വിപ്ലവം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെ. റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണിത്. അപ്പോൾ ഈ ഹരിത വിപ്ലവം ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ കൃഷി ഭയങ്കരമായിട്ടങ്ങ് വികസിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, ജലസേചന സൗകര്യങ്ങള്, രാസവളം, കീടനാശിനികള്, പിന്നെ കുറഞ്ഞ പലിശയ്ക്കൊക്കെ സാമ്പത്തിക സഹായമൊക്കെ കൃഷിക്കാർക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ കാർഷിക മേഖല ഗണ്യമായിട്ട് അങ്ങ് വികസിപ്പിച്ചതാണ് ഈ ഒരു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് നെല്ല്, ഗോതമ്പാണ്. അതിൽ തന്നെ നമ്മുടെ PSCയുടെ ആൻസർ ഏറ്റവും ലാഭം കൊയ്തത് ഗോതമ്പ്, ഏറ്റവും ലാഭം ചെയ്ത സംസ്ഥാനം പഞ്ചാബുമാണ്. അപ്പോ ഇപ്പൊ MS സ്വാമിനാഥൻ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് PSCയുടേത്. അപ്പോ നമ്മളുടെ ഈ MS സ്വാമിനാഥന് 1987 ഫുഡ് പ്രൈസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 91 ടൈലർ ആൻഡ് ഹോണ്ട പ്രൈസും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ നമുക്കറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയില് ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ ആരായിരുന്നു കേന്ദ്ര കൃഷി മന്ത്രി? ഉത്തരം കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യമായി. 1967-68 ആരംഭിച്ചപ്പോൾ സി സുബ്രഹ്മണ്യമായിരുന്നു കൃഷി മന്ത്രി. ഇനി ഹരിത വിപ്ലവം ശക്തമായത് ഏത് പഞ്ചവത്സര പദ്ധതിയും ചോദിച്ചാൽ 66-69 നമ്മളുടെ റോളിംഗ് പദ്ധതി സമയത്താണ്. ലോകത്തിന്റെ ഹരിത വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? ഉത്തരം നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്. ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് ലഭിച്ചത്. നോർമൻ ബോർലോഗിന് 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് ലഭിച്ചത്. എന്നാൽ ബോർലോഗ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുരസ്കാരമുണ്ട്, അത് കാർഷിക രംഗത്തിന് പുരസ്കാരം കൊടുക്കുന്നു. അപ്പൊ ഹരിത വിപ്ലവം ഏത് രാജ്യത്താണ് തുടക്കം കുറിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം മെക്സിക്കോ ആണ്. 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത്. ഈ അടുത്ത സമയത്ത് എക്സാമിന് ചോദിച്ചു ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗൃഹം ഏതാണ്, ഏഷ്യൻ ഭവനം ഏതാണ്? ഉത്തരം ഫിലിപ്പൈൻസ്. 2024 ചോദ്യമാണ്, പണ്ട് മുതലേ ഉള്ള ചോദ്യമാണ്. ഉത്തരം ഫിലിപ്പൈൻസ് ആണ് ഏഷ്യൻ ഗൃഹം. ഏഷ്യയില് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഓക്കെയാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിളയും ചോദിക്കാറുണ്ട്. ഉത്തരം പരുത്തിയാണ്. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള ചോദിക്കാറുണ്ട്. ഉത്തരം പരുത്തിയാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. നമ്മുടെ ചോദ്യങ്ങള് 18ാമത്തെ ചോദ്യമാണ്. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനം പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? 2021 ഏപ്രിൽ ബാങ്ക് ലയനം നമ്മൾ നോക്കുമ്പോൾ 2020 ഏപ്രിൽ 1 പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചത് ഓറിയന്റൽ യുണൈറ്റഡ്. കണ്ടോ, ഓറിയന്റൽ യുണൈറ്റഡ് ഈ രണ്ട് ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ചത്. അപ്പോ സിൻഡിക്കേറ്റ് ബാങ്ക് എങ്ങോട്ടാണ് ലയിച്ചത്? സിൻഡിക്കേറ്റ് ബാങ്ക് കാനറയിലേക്കാണ് ലയിച്ചത്. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറയിലേക്ക് ലയിച്ചു. ഇനി നമുക്കറിയേണ്ടത് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും കൂടി യൂണിയൻ ബാങ്കിലേക്ക് ലയിച്ചു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് യൂണിയൻ ബാങ്കിലേക്ക് ലയിച്ചു. അലഹബാദ് എന്ന ബാങ്ക് എങ്ങോട്ട് ലയിച്ചു? ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിച്ചു. അപ്പൊ മനസ്സിലായോ? പഞ്ചാബിലേക്ക് ഓറിയന്റലും യുണൈറ്റഡും. സൈനും കോസും ഓർക്കുക. കാനറയിലേക്ക് സിൻഡിക്കേറ്റ് ലയിച്ചു. ഇനി ആന്ധ്രയും കോർപ്പറേഷനും കൂടെ യൂണിയനിലേക്ക് ലയിച്ചു. അലഹബാദ് ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിച്ചു. ബാങ്ക് ലയനത്തില് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്ക്. ഓറിയന്റൽ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക്. അപ്പോ ഉത്തരം കിട്ടിയല്ലോ. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? ആൻസർ നിർമ്മല സീതാരാമൻ. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, INC. ഭരണഘടന 356 വകുപ്പ് പ്രയോഗിക്കുന്നത് 356 സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനാണ്. ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്?
PM മുബാറക് പാഷ. ഇദ്ദേഹം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏതാണ്? കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത. കൃഷി വകുപ്പ് കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി 2020. അപ്പോ കുട്ടനാട് എന്ന് പറയുമ്പോൾ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് കുട്ടനാട്. ഈ കുട്ടനാട്ടില് ആണ് സമുദ്രത്തിന് താഴെ കൃഷിയുള്ളത്. സമുദ്രത്തിന് താഴെ കൃഷിയുള്ളത് എവിടെയാണ്? അതെന്ന് പറയുന്നത് 2 കിലോമീറ്റർ 2.2 കിലോമീറ്ററോളം താഴെ കൃഷിയുള്ള സ്ഥലമാണ് നമ്മളുടെ കുട്ടനാട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് അനുരൂപ കൃഷി മാതൃകയാണ്. മൺട്രോ തുരുത്തിലാണ് ഈ കാലാവസ്ഥ അനുരൂപ കൃഷിയുടെ ഉദ്ഘാടനം നടന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് കുട്ടനാട് കാർഷിക കലണ്ടറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ സമയത്ത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടന സമയത്ത് നടത്തിയിരുന്നു. കുട്ടനാട്ടില് നിലവിൽ നടക്കുന്ന അച്ചടക്കരഹിതമായ കാർഷിക പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുക, തണ്ണീർമുക്കം ബണ്ട് പ്രവർത്തനം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക, കുട്ടനാട്ടിലെ കാർഷിക തീവ്രത വർദ്ധിപ്പിക്കുക, മത്സ്യം, കക്ക ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പ്രദേശത്തിന്റെ സ്വാഭാവിക സാഹചര്യങ്ങൾ അനുയോജ്യമായ വിധം കൃഷിയും കൃഷി ക്രമീകരണങ്ങളും രൂപപ്പെടുത്തുക, ജലകളകളുടെ വ്യാപനം, കായലിന്റെ ജൈവവൈവിധ്യ ശോഷണം, മലിനീകരണം, ഇങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഇതൊക്കെയാണ് കാർഷിക കലണ്ടറിന്റെ ഉദ്ദേശമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് അന്നത്തെ പത്രവാർത്തയാണ്. അപ്പൊ കുട്ടനാട്ടിലെ കാർഷിക കലണ്ടറും അനുരൂപ കൃഷി മാതൃകയും കൂടെ ഒരുമിച്ചാണ് ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ കുട്ടനാട്ടിൽ നിലവിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് ഈ കാർഷിക കലണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ കായൽ നിലങ്ങള്, ലോവർ കുട്ടനാട്, ഉത്തര കുട്ടനാട്, ഇതൊക്കെ പുഞ്ച കൃഷി ഒക്കെ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യാനും, അതുപോലെ തന്നെ അപ്പർ കുട്ടനാട്ടിലും പുഞ്ചകൃഷി ഡിസംബറിലൊക്കെ നടത്താനും ഒക്കെ ഇതിനകത്ത് പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇനി മൺട്രോ തുരുത്തിലെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യവശങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക ആരംഭിച്ചത്. ഊരുജല നെൽകൃഷി, കൂട് മത്സ്യകൃഷി, കക്ക കൃഷി, താറാവ് കൃഷി വളർത്തല് ഇവയൊക്കെ ഉൾപ്പെടുത്തി സുസ്ഥിര ഭൂവിനിയോഗ കാർഷിക മാതൃക നടപ്പിലാക്കാനും ഈ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? അപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞു. കൃഷിമന്ത്രി VS സുനിൽ കുമാർ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഓർത്തു വെക്കുക. 2 എണ്ണത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. അപ്പൊ അടുത്ത സമയത്ത് വേണമെങ്കിൽ കുട്ടനാട്ടിലെ ഈ കലണ്ടർ പദ്ധതി വേണമെങ്കിൽ ചോദിക്കാം. കാർഷിക കലണ്ടർ പദ്ധതി എന്താണ് എന്ന് ചോദിക്കാം. അത് എവിടെയാണെന്ന് വെച്ചാൽ കുട്ടനാട്ടിലായിരുന്നു. ഇത് അനുരൂപ കൃഷി മാതൃക പദ്ധതി, ഇത് മൺട്രോ തുരുത്തിലാണ്, കൊല്ലം ജില്ലയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യവശങ്ങൾ അതിജീവിക്കുക എന്നതാണ് ലക്ഷ്യം. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഉത്തരം കണ്ണൂർ എന്ന ജില്ലയിലാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഗവർണർക്ക്. സംസ്ഥാനത്ത് ഗവർണർ, കേന്ദ്രത്തിൽ ആരാണ്? പ്രസിഡന്റ്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന കിളിക്കൊഞ്ചൽ വിനോദ വിജ്ഞാന പരിപാടി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷ് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. ഇനി UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം 6ാമതാണ്. UNO ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം 6ാം സ്ഥാനം, 6ാമത്. അടുത്തത് 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം. 2020 പരിസ്ഥിതി ദിനം മുഖ്യ പ്രമേയം ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5
പരിസ്ഥിതി ദിനം. അപ്പൊ ജൂൺ 5 2023 തീം എന്താണ്? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ അണ്ടർ ദ ക്യാമ്പയിൻ അല്ലെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു തീം. അപ്പോ എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇത് തന്നെയാണ് നമ്മളുടെ 2023 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലെ തീം. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ തീം. 30ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി. ഉത്തരം സർദാർ വല്ലഭായി പട്ടേല. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? സ്പൈസസ് പാർക്ക് ഇടുക്കി ജില്ലയിലാണ്, കുറ്റടിയിലാണ് കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി ഏതാണ്? ഇത് ഡിലീറ്റ് ചെയ്തു. PSC ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? റഷ്യയുടെ വാക്സിൻ ആണ് സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120, 80 mmHg. ഇതുണ്ട്, തിരിച്ചും മറിച്ചുമുണ്ട്. അപ്പോ 120, 80 mmHg ആണ് നമ്മളുടെ രക്തസമ്മർദ്ദ നിരക്ക്, ബ്ലഡ് പ്രഷർ. താഴെ പറയുന്ന ശരിയല്ലാത്ത ജോഡി ഏതാണ്? ജീവകം A റെറ്റിനോള് ശരിയാണ്. ജീവകം B1 തയാമിൻ ശരിയാണ്. ജീവകം E ടോക്കോഫെറോൾ ശരിയാണ്. ജീവകം C അസ്കോർബിക് ആസിഡ് ആണ്. റൈബോഫ്ലവിൻ തെറ്റാണ്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ പരിചരണം ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി എന്താണ്? ആൻസർ ഹൃദ്യം. ഹൃദയവും ഹൃദ്യവും പേരിൽ സാമ്യമുണ്ട്. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏതാണ്? COVID-19 തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത്. താഴെ പറയുന്ന അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഗോയിറ്റർ ഉണ്ടാക്കുന്നു, കുട്ടികളിൽ ക്രട്ടനിസം ഉണ്ടാക്കുന്നു, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, മിക്സഡിമ മുതിർന്നവരിൽ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. TPRന്റെ പൂർണ്ണ രൂപം എന്താണ്? TPR എന്ന് പറയുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. പിന്നെ കിലോഗ്രാം വെയിറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 9.8 എന്ന് പറയാം. ഫോഴ്സ് ഫിസിക്കൽ ടു F = ma. അത് എന്താ? രണ്ടാം ചലന നിയമപ്രകാരമുള്ള ഇക്വേഷൻ ആണ്. മാസ് കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ/സെക്കൻഡ്, ആ രീതിയിൽ പറയാം. അപ്പോൾ ഇതാണ് 9.8 ന്യൂട്ടൺ. മഴവിലുണ്ടാകാൻ കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണ്? ഡിസ്പേർഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. അത് പ്രകീർണനമാണ്. പ്രകാശ പ്രകീർണനം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം എന്താണ്? ഇപ്പോ ജീവികൾ നടക്കുന്നു, ഇതിന് കാരണം കൊഹിഷൻ ബലമാണ്. എന്താണ് കൊഹിഷൻ ബലം? കൊഹിഷൻ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഡിഫറെന്റ് ആണ് മോളിക്യൂൾ അട്രാക്ഷൻ ആണെങ്കിൽ അത് അഡ്ഹീഷൻ ആണ്. ചന്ദ്രയാൻ 2വിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 2വിന്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. മുത്തയ്യ വനിത. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോ എന്നാണ് വിക്ഷേപിച്ചത്, അതുപോലെ എന്നാണ് ഇത് അവിടെ എത്തിയത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പോ P വീരമുത്തുവേൽ, പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ISROയുടെ ചെയർമാൻ ആരായിരുന്നു? S സോമനാഥ് ആണ് ഈ സമയത്ത് ISROയുടെ ചെയർമാൻ. ഓക്കെ ആണ്.
അപ്പോ നമുക്ക് ചന്ദ്രയാൻ 1ന്റെ ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. മൈലസ്വാമി അണ്ണാദുരൈ. ഇദ്ദേഹത്തിനെയാണ് ഇന്ത്യയുടെ ചന്ദ്ര മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. എം അണ്ണാദുരൈയാണ്. അണ്ണാദുരൈയാണ്. ഇനി ചന്ദ്രയാൻ ലാൻഡർ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ചന്ദ്രയാൻ 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ചന്ദ്രയാൻ 1, 2, 3 3 നമ്മൾ പഠിക്കുന്നുണ്ട്. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾ 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. ആൻസർ റോജർ പെൻറോസിനാണ്. റോജർ പെൻറോസ്. അപ്പൊ നൊബേൽ പ്രൈസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി നൊബേൽ പ്രൈസ് 2023 ഒന്നും കൂടി പറയുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൊബേൽ പ്രൈസ് 2022 23 21 ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചിട്ട് ഇതായിരിക്കും ചോദിക്കുന്നതെന്ന് ഗസ് ചെയ്യരുത്. കാര്യം 21 ചോദിക്കുന്നുണ്ട്, 22 ചോദിക്കുന്നുണ്ട്, 23 ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 23 നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നർഗീസ് മുഹമ്മദ് ആണ് എന്ത് കിട്ടിയത്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി ലിറ്ററേച്ചർ ജോൺ ഫോസെക്കാണ്. ജോൺ ഫോസെക്കാണ് ലിറ്ററേച്ചർ കിട്ടിയത്. അടുത്തത് നമ്മളുടെ എളുപ്പമുള്ള ഒരെണ്ണം കൂടെ പറയാം, എക്കണോമിക്സ് അല്ലെ. എക്കണോമിക്സ് ആകുമ്പോൾ ഈസിയാണ്. ക്ലോഡിയ ഗോൾഡ് ഉണ്ട്, ക്ലോഡിയ ഗോൾഡിൻ ആണ്. അപ്പൊ ഇത് മൂന്നും വളരെ ഈസിയാണ്. ഒറ്റൊരാളല്ലേ ഉള്ളൂ. സമാധാനം കിട്ടി നർഗീസ് മുഹമ്മദ്, ജോൺ ഫോസെ ലിറ്ററേച്ചർ, ക്ലോഡിയ ഗോൾഡിൻ എക്കണോമിക്സ് ആണ്. ഇനി നമ്മൾ ഭൗതിക ശാസ്ത്രം ആയതുകൊണ്ട് അതും കൂടെ പഠിക്കാം. ഫിസിക്സ് ആനി എൽ ഹ്യൂളർ. ആനി എൽ ഹ്യൂളർ. അടുത്തത് ഫിസിക്സ് ഫെറങ്ക് ക്രസർ ആണ്. ഫെറങ്ക് ക്രൗസ് ആണ്. ഫെറങ്ക് ക്രൗസ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, പേരി അക്കോസ്റ്റിനി. അടുത്ത നമ്മൾ പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്താണ്? ആൻസർ Al2O3 2H2O. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിന് ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ആൻസർ കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് ആണ്. 2020 രസതന്ത്ര നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ. ഇവിടെ രസതന്ത്രമാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞിരുന്നു, എല്ലാം ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഇമാനുവൽ ഷാർപ്പന്റെയറും ജെന്നിഫർ എ ഡൗസ്റ്റുമാണ്. അപ്പൊ നമ്മൾ കെമിസ്ട്രി ഒരിക്കൽ കൂടി നമുക്ക് കെമിസ്ട്രിയും കൂടി ഒന്ന് ഓർത്തേക്കാം. കെമിസ്ട്രി 2023 ആർക്കാണ് ലഭിച്ചത്? അലക്സി എക്കിമോവ്. ലൂയിസ് ഇ ബ്രൂസ്. പിന്നെയോ മൗങ്കി ബാവൻഡി. 3 പേരാണ്. അലക്സി എക്കിമോവ്, ലൂയിസി ബ്രൂസ്, മൗങ്കി ബാവൻഡി. അപ്പോ അടുത്തത് നമ്മൾ ഓർക്കുന്നത് ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ 2020 രസതന്ത്രം നോബൽ പുരസ്കാരം ലഭിച്ചു. ഈ സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ നോബൽ പ്രൈസിന്റെ തന്നെ 3 ചോദ്യങ്ങൾ ഒരുമിച്ച് കണ്ടില്ലേ? ക്രിസ്പർ കാസ് 9. അപ്പൊ ജീൻ എഡിറ്റിംഗ് ബന്ധപ്പെട്ടത് ക്രിസ്പർ കാസ് 9. അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM പണിക്കർ ആണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി, അപ്പൊ ഈ KM പണിക്കറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് പഴശ്ശിരാജയുടെ കേരള സിംഹം എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് എന്നെപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ഉത്തരം KM പണിക്കറാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കൂടി നമ്മൾ ഓർക്കണം, സച്ചിദാനന്ദൻ. കേരള അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാരേ ജഹാം സെ അച്ഛാ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? ആൻസർ മുഹമ്മദ് ഇഖ്ബാൽ. ബഷീർ ദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ
5 ജൂലൈ 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? വി ഷിനിലാൽ. വി ഷിനിലാൽ. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏത്? ആൻസർ ബാലൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇന്ത്യക്ക് കായിക വിനോദം ഇല്ലെങ്കിലും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് 2024 പല ചോദ്യങ്ങളിലും കണ്ടു. ഉത്തരം ഹോക്കി. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ജിമെയിൽ ആണ്. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ജിമെയിൽ. യാഹു, ഗൂഗിൾ, ബിഗ് സെർച്ച് എഞ്ചിൻ ആണ്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ബയോമെട്രിക് സ്കാനറാണ്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മൊബൈൽ ഫോണൊക്കെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ലാപ്ടോപ്പ് ഒക്കെ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ചെറിയ ഓഫീസ്, സ്കൂള്, അതൊക്കെയാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് മാൻ വരുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം? ആൻസർ കൈറ്റ് ആണ്. ആൻസർ കൈറ്റ്. അടുത്തത്, സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ഏതാണ്? ആൻസർ സെഹദ് OPD. സെഹദ് OPD. സെഹദ് എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സെഹദ് OPD. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ പ്രസ്താവനകളിൽ സിയും ഡിയും ശരിയാണ്. അപ്പൊ നമുക്ക് പ്രസ്താവനകൾ സിയും ഡിയും ഒന്ന് നോക്കാം. പ്രമാണങ്ങളുടെ പകർപ്പുകൾ അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് വിവരാവകാശ നിയമം. 2005 നിലവിൽ വന്നത്. സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നു. അഗസ്റ്റ് ക്രാന്തി. അപ്പോ എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാണ്. അല്ല, നമുക്ക് സീക്രട്ട് ഒന്നും വിവരങ്ങൾ കിട്ടത്തില്ല. കമ്പ്യൂട്ടർ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല. അങ്ങനല്ല, കമ്പ്യൂട്ടർ ശേഖരിച്ച വിവരങ്ങളും നൽകണം. ഇനി ഇന്ത്യയിൽ നിലവിലുണ്ടായ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? 2019. ഇപ്പൊ പുതിയ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇമ്പോർട്ടന്റ് ആണ്. 2019 ഇപ്പോൾ സമഗ്രമായ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മളുടെ ഉത്തരത്തിലെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അപ്പൊ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള നിയമത്തിൽ രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഉൾപ്പെടുത്തുന്നുണ്ട്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് മാത്രമാണ്. അത് തെറ്റാണ്. അപ്പോ അടുത്തത്, പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണമാക്കിയുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതി. ശുപാർശ നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ അടുത്തത്, ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാകുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? ആൻസർ വകുപ്പ് 279. കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? നമ്മുടെ ആൻസർ സെഷൻസ് കോർട്ടാണ്. സെഷൻസ് കോർട്ടാണ്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. മാർച്ച് 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ബാലവേല അനുച്ഛേദം 24. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദം? അനുച്ഛേദം 24. ഒരാൾ, ഇനി നമുക്ക് മാത്സ് ആണ്. ഞാൻ ജസ്റ്റ് ഉത്തരം പറഞ്ഞു പോത്തേ ഉള്ളൂ. 900, 72 C 50, 73 C, 74 ഉത്തരം ബി. നമുക്ക് സമയം ഒരുപാട് പോകുന്നുണ്ടാണ്. മാത്സിനും സ്പെഷ്യൽ സെക്ഷൻസ് ആയിട്ട് ഞാൻ ചെയ്യാം. 75 ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. 76 സി ആണ്. ഇംഗ്ലീഷ് മലയാളമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 77 ബി ആണ്. 78 ക്ലോക്കിലെ സമയം 3:20. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, കോണളവ് 11/2 എം ചെയ്യുക.
3 into 30 90 വരുന്നു. 11/2 എന്ന് വെച്ചാൽ 110. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് പങ്കെടുക്കുന്ന എല്ലാ ടീം പരസ്പരം കളിച്ചു. ആകെ 28 കളികൾ. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം. ഉത്തരം 8 ആണ്. ഇനി ക്യാറ്റ് 24, ബാറ്റ് 23, മാറ്റ്. അപ്പൊ ഇത് വാല്യൂ ഇടുക. 3 1 അങ്ങനെ വാല്യൂ ഇട്ട് ചെയ്യുക. നമ്മളുടെ ഉത്തരം വരുന്നത് സി 40. ഇനി ഇംഗ്ലീഷ് ആണ്. ചേഞ്ച് ഇൻ പാസീവ് വോയിസ് ആണ്. ഓപ്പൺ ദ വിൻഡോ. ഇതൊരു കമാൻഡ് ആണ് അല്ലെ? ഓപ്പൺ ദി വിൻഡോ. അപ്പൊ ലെറ്റ് ദി വിൻഡോ ബി ഓപ്പൺഡ്. ഇനി യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. എവരിവൺ ഈസ് എക്സൈറ്റഡ്. പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ആറിൻ്റെ ദേ. എവരിവൺ ആണ് ഈസ് എക്സൈറ്റഡ്. അപ്പൊ ആറിൻ്റെ ദേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ആൻ എൽ ഡി ക്ലർക്ക്. എല് അല്ലെ? എ അംബ്രല്ല. ആൻ അംബ്രല്ലയാണ്. ആൻ എം എൽ എ ആണ്. എ ആൻ യു. അപ്പോ ഉത്തരം വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻ എൽ ഡി ക്ലർക്ക് അല്ലെ? ആൻ എം എൽ എ ആണ് വരേണ്ടത്. അപ്പൊ ഈ എം എ എന്നുള്ളതല്ലേ ആദ്യം വന്നത്? അപ്പൊ എ എന്നാണ് ആദ്യം വന്നത്. അപ്പൊ എൽ ഡി ക്ലർക്ക് ആണ് ശരി. എ യു ആൻ അംബ്രല്ല ആൻ എം എൽ എ. ഇനി നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് ലെറ്റർ. നോ സൂണർ വന്നാൽ ദാൻ ആണ് വരേണ്ടത്. 84 സി. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇൻഡയറക്റ്റ് സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ടെൻസിൽ ചേഞ്ച് ഉണ്ട്. ഉത്തരം മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരാൾ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം മാസ്റ്റർ ആണ് നടത്തിയത്. പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇപ്പൊ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്, അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം അതുപോലെ തന്നെ വെക്കുന്നത്. യൂസ് ദ സൂട്ടബിൾ പ്രിപ്പസിഷൻ. The minister came dash a helicopter. Answer, minister came in a helicopter. Find out the correct type of sentence. What a beautiful scenery. Question ഈ exclamation mark കണ്ടപ്പോൾ തന്നെ exclamatory sentence. Furniture in this room dash good. Furniture in this room is good. Furniture singular ആയിട്ടാണ് എടുക്കുന്നത്. I dash to play football when I was in UK. അപ്പോൾ ഉത്തരം I used to play football. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. I dislike dash TV. വാച്ചിങ് TV ആണ് വേണ്ടത്. ഇനി നമുക്ക് മലയാളമാണ്. ശരിയായ പ്രയോഗമാണ് വേണ്ടത്. വിശ്വസ്തൻ. ഏതാണ് വിശ്വസ്തൻ? ഈ തായാണ്, സാധാ തായാണ് വരേണ്ടത്. കാട്. കാട് എന്ന് പറയുമ്പോൾ അടവി, വാവി, പാദപം, കന്തൽ. കാടിന്റെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. കാടിന്റെ പര്യായ പദമാണ് അടവി. അടവി എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയില് അടവി എന്ന് പറയുന്ന ഒരു കേന്ദ്രം തന്നെ ഉണ്ട്. ഒരു കാടിന്റെ ഭാഗമാണ്. അപ്പൊ അടവി. കന്തരമൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലെ? കഴുത്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഡിഗ്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താണ്? വിധി എന്നാണ്. ഡിഗ്രി, വിധി. ഡിഗ്രി, വിധി. ഇനി ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിച്ച്. ആൻസർ കാർഷികം. കൃഷിയെ സംബന്ധിച്ച് കാർഷികം. പിരിച്ചെഴുതുക. നിരർത്ഥം. നിരർത്ഥം എന്ന് പറയുമ്പോൾ നീ പ്ലസ് അർത്ഥമാണ്. നീ പ്ലസ് അർത്ഥം. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ബഹുവചന ശബ്ദം കണ്ടെത്തുക. കുട്ടികൾ. പെങ്ങൾ ഒറ്റ ഒരാളാണ്. വൈദ്യർ ഒരാളാണ്. കാർന്നോർ ഒരാളാണ്. കുട്ടികൾ കുറെ പേരുണ്ട്. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. നങ്യാർ, പ്രഭി, ബ്രാഹ്മണർ, മഹാൻ, ബ്രാഹ്മണി, ബ്രാഹ്മണൻ, ബ്രാഹ്മണി, നങ്യാർ, പ്രഭു, പ്രഭി. അപ്പൊ മഹാനാണ് പുല്ലിംഗം. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം, അവരോഹണമാണല്ലോ വിപരീതം. ആരോഹണക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അവരോഹണം വലുതിൽ നിന്ന് ചെറുതേക്ക്. മഹത്ത് പ്ലസ് ചരിത്രം മഹച്ചരിതമാണ്. പക്ഷെ അതിനകത്ത് ഏതാണ് ശരി എന്നുള്ളതാണ് വേണ്ടത്. മഹച്ചരിതം. എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരെണ്ണമാണ്. തെറ്റ് തിരുത്താനുള്ളത്. മഹച്ചരിതം ഇച്ഛയാണ്. മഹച്ചരിതമാല. സമാനപദം ധരണി എന്ന് പറയുമ്പോൾ ധരാധരിത്രി, ധരണി ഭൂമിയാണ്. തടിനി നദിയാണ്. ചോദിക്കുന്നതാണ്. ആരണ്യം ഒക്കെ കാടാണ്. അപ്പൊ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അല്ലാണ്ട് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോയി.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കറണ്ട് അഫയേഴ്സ് കുറച്ച് കാര്യങ്ങൾ നോക്കി, ഇംഗ്ലീഷ് മലയാളം പറഞ്ഞു. അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മികച്ച ക്ലാസ്സുകളുമായി ഞാൻ ഇനിയും വരും. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.